വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സേഫായും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു എന്ന് തന്നെ കരുതട്ടെ. എ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ. ഔട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരാ ഉള്ളതല്ലേ? പഴയ ആ കാലത്തേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. പ്രത്യേകിച്ചും ഒരു നല്ല സൂര്യപ്രകാശമുള്ളൊരു ദിവസം നമ്മൾ കുട്ടികളുമൊക്കെയായി പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരു ഹാറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അവരുടെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് സ്കിൻ സൂര്യപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു പരിധിവരെ ഹാറ്റ് കൊണ്ടൊക്കെ സാധിക്കും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നോക്കാം എങ്ങനെ ഒരു ഹാറ്റ് ഉണ്ടാക്കാമെന്ന്. ഹാറ്റിന് 3 പാർട്സാണുള്ളത്. ഒന്ന് ബ്രിം, മിഡിൽ പോർഷൻ ആൻഡ് ടോപ്പ് പോർഷൻ. സോ നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കുക, മിഡിൽ പോർഷൻ കട്ട് ചെയ്തെടുക്കുക, ബ്രിം കട്ട് ചെയ്തെടുക്കുക, 3 കൂടെ യോജിപ്പിക്കുക. ഹാറ്റ് റെഡി. ഈ മോഡലിലുള്ള ഹാറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു ക്ലോത്ത് സ്റ്റിഫ് വേണം. 28 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 28 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ക്ലോത്ത് സ്റ്റിഫിൽ നിന്നും 13 സെൻറ്റിമീറ്റർ റേഡിയസ് ആൻഡ് 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 2 സർക്കിൾ ഡ്രോ ചെയ്തെടുക്കുക. അതിൽ നിന്നും 13 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഔട്ടർ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഇന്നർ സർക്കിളും കട്ട് ചെയ്ത് മാറ്റുക. ഇന്നർ സർക്കിൾ ടോപ്പ് പോർഷനും മറ്റേത് ബ്രിമ്മിനും ഉപയോഗിക്കാവുന്നതാണ്. 2 സെൻറ്റിമീറ്റർ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുള്ള സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് 28 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള ലൈനിങ്ങും ഹാറ്റ് മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കുക. അതിൽ 14 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഔട്ടർ സർക്കിളും 7 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഇന്നർ സർക്കിളും ഡ്രോ ചെയ്യുക. നേരത്തെ പോലെ കട്ട് ചെയ്തെടുക്കുക. ഇന്നർ സർക്കിൾ ടോപ്പ് പോർഷനും മറ്റേത് ബ്രിമിനും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ടോപ്പ് പോർഷന് വേണ്ടി 20 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള ക്ലോത്ത് എടുക്കുക. അതിൽ 9 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ഡ്രോ ചെയ്യുക. കട്ട് ചെയ്തെടുക്കുക. ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. സ്റ്റിഫിൽ ഇതിൽ കാണുന്നത് പോലെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിഫ് ലൈനിങ്ങിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് സ്റ്റിഫിൻ്റെ ഔട്ടർ ബോർഡറിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റിഫിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ലൈനിങ് മെറ്റീരിയൽ സ്റ്റിഫിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റിഫും ലൈനിങ് മെറ്റീരിയലും ക്ലോത്തും യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഔട്ടർ എഡ്ജിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലോത്ത് തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ഹാറ്റിൻ്റെ ബോട്ടം പോർഷൻ റെഡി ആയിട്ടുണ്ട്. പോർഷന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റിഫിൽ 6 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. സ്റ്റിഫ് തിരിച്ച് വെച്ചിട്ട് എഡ്ജിൽ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിഫ് ലൈനിങ് മെറ്റീരിയലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഗം അപ്ലൈ ചെയ്തിട്ട് ആ ലൈനിങ് മെറ്റീരിയൽ സ്റ്റിഫിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി 6 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരച്ച സർക്കിളിൻ്റെ ബോർഡറിൽ വീണ്ടും ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഹാറ്റിൻ്റെ ഫാബ്രിക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ടോപ്പ് പോർഷനും റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച മിഡിൽ പോർഷൻ രണ്ട് എഡ്ജിലും ഇതേപോലെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ലൈനിങ് മെറ്റീരിയലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഹാറ്റിൻ്റെ മെറ്റീരിയൽ സ്റ്റിക്ക് ചെയ്യണം. ലൈനിങ് മെറ്റീരിയലിനും ഹാറ്റിൻ്റെ മെറ്റീരിയലിനും സെയിം മെഷർമെൻ്റ് ആണ്, അതായത് 55 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 7 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. ഇതിപ്പോൾ നമ്മുടെ ബോട്ടം പോർഷനാണ്, അതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് മിഡിൽ പോർഷനും ബോട്ടം പോർഷനും യോജിപ്പിക്കുക. അതിൻ്റെ മുകളിൽ ടോപ്പ് പോർഷൻ വയ്ക്കുക, യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഹാറ്റ് റെഡി. ആദ്യം നമ്മൾ ടോപ്പ് പോർഷനും മിഡിൽ പോർഷനും ഫിക്സ് ചെയ്യുവാണ്. ഇതേപോലെ ടോപ്പ് പോർഷനും മിഡിൽ പോർഷനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ക്ലോത്ത് ആയിരിക്കും ലഭിക്കുക. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ എഡ്ജ് പെർഫെക്റ്റായി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ജോയിൻ ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ബ്രിം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ത്രെഡ് ഫിക്സ് ചെയ്യുന്നതിനാണ് ഇത്. 50 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. മടക്കി അടിക്കുക. അതിനുശേഷം തിരിച്ചിടുക. തിരിച്ചിടാൻ വേണ്ടിയാണ് ഇതിലേക്കൊരു സേഫ്റ്റി പിൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇലാസ്റ്റിക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. ഇലാസ്റ്റിക് ത്രെഡ് ഒരു 25 സെൻറ്റിമീറ്റർ ലെങ്ത് മതിയാവും. അപ്പം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. 25 സെൻറ്റിമീറ്റർ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തു, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ഈ ത്രെഡ് നമുക്ക് ഹാറ്റിലേക്ക് ഫിക്സ് ചെയ്യണം. ഹാറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം എഡ്ജസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിലേക്ക് എന്തെങ്കിലും ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Hat ready.